ഹലോ രാത്രിയൊക്കെ എല്ലാവർക്കും ഒരു പുതിയ ചായ എടുക്കണം. അങ്ങനെ എല്ലാവരും നൊല്ലുമ്പോർക്ക് നമ്മളെത്തുന്നത് അവിടെ കാപ്പി ചേച്ചിട്ട് നിന്റെ ചങ്ങായിമാർ ആയതുകൊണ്ട് പറയല്ല, നല്ലൊരു മീണ് 10 അഭിപ്രായക്കാർ. അത് ചായ അടിച്ചാനാണെങ്കിലും എങ്ങോട്ട് പോകാനാണെങ്കിലും ഞാൻ ഷോപ്പ് പറഞ്ഞത് വജ്ജു പറയാം. അവിടെ വൈബില്ല, വ്യൂ പോരാന്ന്. എന്തിന് ഒരു കട്ടൻ ചായ അടിച്ചാലാണ് എനിക്ക് വ്യൂ ആയി. പിന്നൊന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ എനിക്ക് അവിടെ സൗണ്ട്, പാട്ടിന് സൗണ്ട് കൂടുതലാണ്. എന്തായാലേ ഓരോ വൈബുകള്. കുറച്ച് ദിവസം ഞങ്ങൾ ഷോപ്പിൽ കയറിട്ടോ. ഷോപ്പിൽ കയറിയ പിന്നെ പറയണ്ടല്ലോ, തള്ളന്നെ തള്ളു. നിർഷാക്ക് അബുദാബിന് തള്ളാനായിട്ട് വന്നിക്കാണ്. പിന്നെ വട്ടത്തിൽ നോക്കുക, അതാണ് ഇപ്പൊ നടക്കണത്. ആർക്കും പൊട്ടന് മനസ്സിലാകുന്നില്ല, മോനാണ് ഈ നോക്കണത്. നിങ്ങൾക്ക് ഉണ്ടാകും എന്ത് ചങ്ങാൻ പറയും നോക്കിയാലും മനസ്സിലാകാത്ത വല്ലാത്തൊരു ചങ്ങായിന്ന്. ഡൊണാൾഡ് ട്രംപ് മുതൽ ഇപ്പോഴത്തെ കുഞ്ഞിച്ചാരെ ചർച്ചയിൽ വരും കേട്ടോ. എന്താണ് എല്ലാവരും ചായ ഓർഡർ ആക്കിയപ്പോൾ ഒരു ചങ്ങായി ജ്യൂസ് ഓർഡർ ആക്കി. ചായ അടിച്ച് ഉറക്കം പോകാൻ പോലും ഓനക്കറിയില്ലല്ലോ ഒന്ന് ഉറങ്ങാൻ പോകുന്നില്ലാന്ന്. കോൺഫിഡൻസ് ഇല്ല, തെളിയിക്കാലോ എല്ലാം ഉണ്ട്. നമ്മ ചങ്ങായിമാർ ഞാനെനിക്ക് നല്ല ക്ലാസ് എടുത്തരാം. ഓക്കെ, ഇങ്ങനത്തെ സിറ്റുവേഷന്റെ പ്രൊഫഷണൽ ലൈഫിൽ വരും. ഞാൻ ജിന് കുറച്ച് പട്ടിച്ചു. ഓനക്ക് നാളെ സ്റ്റോറി ഇടാനാണ് എത്രയായി. ക്യാപ്ഷന് താട്ടോ, നട്ടപ്പാതിര വൈബ് വിത്ത് കട്ടൻ ചായ വിത്ത് ഫ്രാൻസ്. അതിന് എല്ലാവരും തീയോടും വേണ്ടി വരും. ഇല്ലെങ്കിൽ ഓൻ തെറ്റും. ഓന്റെ സ്വഭാവം പിന്നെ അങ്ങനെയൊക്കെ തന്നെ. അതിന്റെ ഇടയ്ക്ക് അരിക്കൊരു പോതി എന്ത് മീൻ പിടിച്ചാൻ പോകണം. അവിടേക്ക് അജ്മാൻക്ക് സമയം നട്ടപ്പാതിര 2 മണി കഴിക്കണേ. ഓന്റെ ഒക്കെ ഒരു പൂതി അജ്മാൻക്ക് മീൻ പിടിച്ചാൻ പോകണത്ര. കാര്യം അന്നല്ല, കഴിഞ്ഞ ആഴ്ച മിർച്ചാ പോയിട്ട് ഒരു മീൻ പിടിച്ചു, വലിയൊരു മീനിനെ ഓന് വെട്ടിച്ചത്. എനിക്ക് എന്റെ പുതിയ വലിയ മുക്കുനാണ് എന്നാണ് നമുക്കെല്ലാവരും. എനിക്ക് ഒരു കഥയില്ലാന്ന്. ഇനി 2 മണിക്കൂർ പോകേണ്ട സ്ഥലം ചർച്ച ആക്കാം. അങ്ങനെ ചർച്ച നീണ്ട് ജബൽ ജോസ പോവാ, അത്ത പോവാ, ഫുജേറ പോവാ. എനിക്കറിയാം അത് എവിടെ എത്തൂരാന്ന്. ഹസനെ 2 മണിക്കൂർ ചർച്ചയ്ക്ക് ശേഷം നമ്മൾ ഇറങ്ങി അങ്ങോട്ട് ജുമറയിലെ നൈറ്റ് ബീച്ച്. സമയം 4 മണി ഗൈസ്. ഞങ്ങളിപ്പോ ബീച്ചിന്റെ പേര്. പക്ഷെ വേറെ പ്രശ്നം പറ്റി, നമ്മൾ കരുതിയ ബീച്ച് ഇതല്ല. ഈ നൈറ്റ് ബീച്ച് അല്ല, അത്ര ഏറ്റവും ഇല്ല അത്ര. ഇവിടെ ഇറങ്ങാൻ നേരത്തെ ഒരു മുതൽ ഇവിടെ കിടക്കണേ. എന്താ സാധനല്ലേ, നമ്മളെ വണ്ടിപ്രാണെന്നല്ലെങ്കിലും വണ്ടി കാണുമ്പോൾ ഒരു രംഗാണ്. അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്ത ബീച്ചിൽ തന്നെ എത്തിയപ്പോൾ തന്നെ സമയം 5 മണിയായി. എന്താലേ ഈ നേരത്തെ ആൾക്കാർ അവിടെ കൊടുക്കണ്ടല്ലോ കുറച്ചാണ്. ഇതൊന്നും തണുപ്പില്ലാവോ? ബാക്കിയുള്ളവർക്കൂടെ തണുത്തിട്ട് സാമാനം വരെ കാണില്ല. എന്നൊക്കെ പറഞ്ഞാൽ വൈബ് സ്ഥലം കേട്ടോ. 24 മണിക്കൂർ ബീച്ച് ഓപ്പൺ ആണ്. നമുക്ക് എപ്പോൾ പോയിട്ട് വൈബ് എടുക്കാം. സെക്യൂരിറ്റി ഗാർഡും കോസ്റ്റ് ഗാർഡും എല്ലാ തേങ്ങി വാങ്ങി അവിടെ ഉണ്ട് കേട്ടോ. നേരം കോളുണ്ട്. എന്നാ പിന്നെ ബീച്ചിലെത്തില്ലേ, ബാക്കി തള്ളം കൂടി തുടങ്ങാം. മിർഷാന് പിന്നെ ഇന്റർനാഷണൽ കാര്യങ്ങൾ മാത്രമേ പറയാനുള്ളൂ. അടിക്കാണെങ്കിലും മീൻ പിടിക്കാൻ പോകുന്ന സങ്കടം നല്ലോണം ഉണ്ടേനു. പിന്നെ ഇങ്ങോട്ട് രാവിലെ 7 മണി വരെ തള്ളോട് തള്ളന്നെ. ബീച്ചിലും പോയപ്പോൾ സമയം 7 മണിയായിട്ടോ. അതിൻ്റെ അടുത്ത് കൊടുത്ത് തള്ളാണ്. വീഡിയോ പോലും എൻ്റെ ക്ലീറ്റ് ചെയ്യുന്നില്ല അത്ര പണിക്ക് കാണിക്കാനേ. കോയിലിന്റെ പ്രിസ്ക്രിപ്ഷൻ കാണിച്ചാൽ കുഞ്ചാക്കോന്റെ എമിറേറ്റ്സ് ഒരു ഇവൻ കാണിക്കും. അങ്ങനെ ശുഭയും വാങ്ങിക്കോളാം. അവിടെ കുത്തിരുന്ന് തള്ളിട്ടോ. പിന്നെ അവിടെ ചാടിക്കാൻ പോയി. ബാക്കി ചാടിക്കുന്ന വിശേഷം നമുക്ക് അടുത്ത വ്ളോഗിൽ പറയാം. ബൈ.